ഞാൻ ശ്രീപ്രകാശ്. നമ്മുടെ നാട് ഒരു ഇലക്ഷൻ്റെ മുഖത്താണ്. സത്യം പറഞ്ഞാൽ ഈ കാലാവസ്ഥ അത്യന്തം പ്രതികൂലമാണ്. സ്ഥാനാർത്ഥികൾക്ക് മാത്രമല്ല, വോട്ടർമാർക്കും പ്രവർത്തകർക്കും എല്ലാവരും ചൂടിൽ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുടിവെള്ള പ്രശ്നം ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതേമാതിരി ആൾക്കാർ ഇനി എന്താണ് ഈ സൂര്യാഘാതമൊക്കെ ഏറ്റ് ദുരന്തങ്ങൾ ഉണ്ടാവുക എന്ന് പറയാൻ വയ്യ. ആ ഇടയിലാണ് ഇലക്ഷൻ വന്നത്. മാത്രമല്ല, ഈ ഇലക്ഷനിൽ തീയതി നിന്ന് 41 ദിവസമാണ് അവധി കൊടുത്തത്. ഇത്രയും നീണ്ട കാലം ഒരു നടത്തേണ്ടിയിരുന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇത് എത്രയും പെട്ടെന്ന് നടത്തിക്കൊണ്ട സംഭവമാണ്. പക്ഷെ ജനാധിപത്യ പ്രക്രിയയിൽ യഥാസമയം തെരഞ്ഞെടുപ്പ് നടന്നില്ലെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും നമ്മളിതിന് സഹിക്കുക മാത്രമേ ചെയ്യാൻ പറ്റൂ. എന്തായാലും എല്ലാവരും പരമാവധി അവനവൻ്റെ തടിക്ക് കേടുപറ്റാത്ത രീതിയിൽ, ശരീരത്തിന് ആഘാതമില്ലാത്ത രീതിയിൽ വളരെ നേരത്തെയും വൈകുന്നേരവും മാത്രം ഇലക്ഷൻ പ്രവർത്തനത്തിൽ ഇറങ്ങി വ്യാപനമാണ് നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് രാവിലെ 7 മണിക്കൊക്കെ ഒരു വീട്ടിൽ കയറി ചെല്ലാമെന്ന പ്രശ്നങ്ങളൊന്നുമില്ല. വൈകുന്നേരം 4 മണി വരെ 8, 9 മണി വരെയൊക്കെ ഇറങ്ങാം. അപ്പോൾ അങ്ങനെയൊക്കെ ഇതിൽ ക്രമീകരിച്ച് ഇലക്ഷൻ സുഖമായ രീതിയിൽ കൊണ്ടുപോകാം. അതായത് പോളിംഗ് സമയം എന്ന് പറഞ്ഞാൽ നട്ടുച്ചയ്ക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് എല്ലാം പ്രയാസമാണ്. പക്ഷേ എങ്കിലും ആ നേരത്തേക്ക് വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ പോളിംഗ് തീർക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. എന്നാലും ഇന്ത്യ മഹാരാജ്യത്ത് വളരെ നല്ല രീതിയിൽ ഇലക്ഷൻ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നാട്ടിലും ചൂട്, വീട്ടിലും ചൂട്, സ്ഥാനാർത്ഥിക്കും ചൂട്, എല്ലാവർക്കും ചൂട്. ഈ ചൂടിൽ നിന്ന് രക്ഷിക്കാൻ എന്താണ് മാർഗം? ഒരു മാർഗവും ഇല്ലല്ലോ.